Welcome all. Here we are going to discuss about three concepts in acids and bases. So the first one is Lux-Flood concept of acids and bases. According to this concept, an acid is a species which accepts an oxide ion or other negative ions, like for example halide, sulphide, etc. While a base is a species which donates an oxide ion or other negative ions. Okay, so an acid is an anion acceptor and a base is an anion donor. അതായത് ആസിഡ് എന്ന് പറയുന്നത് ഓക്സൈഡ് അയണിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ നെഗറ്റീവ് അയൺസിനെയോ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. അതുപോലെ പക്ഷേ ഒരു ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സൈഡ് അയണിനെയോ അല്ലെങ്കിൽ അതർ നെഗറ്റീവ് അയൺസിനെയോ ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ആസിഡിനെ ഒരു ആനിയോൺ ആക്സെപ്റ്റർ എന്ന് പറയാം, ബേസിനെ ഒരു ആനിയോൺ ഡോണർ എന്ന് പറയാം. അപ്പോൾ ആസിഡ് ബേസ് റിയാക്ഷൻ അല്ലെങ്കിൽ ആസിഡ് ബേസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇക്വേഷനിലൂടെ കാണിക്കുകയാണ്, റിയാക്ഷൻ വഴി. ആസിഡ് പ്ലസ് O2 മൈനസ് ഓർ നെഗറ്റീവ് അയൺ ഗീവ്സ് ബേസ്. ഓക്കെ, സോ കൺസിഡർ a reaction, for example reaction between CaO and CO2. Here O2 minus is donated by CaO, which acts as a base here, and CO2 accepts this oxide ion from CaO and forms Ca2 plus CO3 2 minus, that is CaCO3. Okay, so CaO ഇവിടെ ഓക്സൈഡ് അയണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, CO2 അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ CaO ബേസ് ആയിട്ടും CO2 ആസിഡ് ആയിട്ടുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് റിയാക്ഷൻ ഇസ് the reaction between FeO and SiO2. Here FeO donates O2 minus and SiO2 accepts this O2 minus from FeO. So FeO acts as a base and SiO2 acts as an acid. The next example is reaction between the reaction of ZNO. Okay, this ZNO can be called as amphoteric compound because it can accept and donate oxide ion according to the circumstances. That means ഏത് കോമ്പൗണ്ടിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസിൻ്റെ കൂടെയാണോ സെഡനോ റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും സെഡനോ ബിഹേവ് ചെയ്യുക. അതായത് ഒരു SO3യുടെ കൂടെയാണ് ഇപ്പോൾ ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സെഡനോ O2 മൈനസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതുപോലെ തന്നെ Na2O പോലെയുള്ള സബ്സ്റ്റൻസിൻ്റെ കൂടെയാണെങ്കിൽ O2 മൈനസിനെ അത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാം, ആംഫോട്ടറിക് കോമ്പൗണ്ട് ആണെന്ന് പറയാം സെഡനോ. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബേസ് ആൻഡ് ആൻ ആസിഡ്. ഓക്കെ, the next reaction is between NaF and AlF3. Here NaF is the anion donor and which acts as a base, while anion acceptor AlF3 acts as an acid. Okay, so the next is the limitation of Lux-Flood concept. So Lux-Flood concept views all acid-base reactions in terms of anion transfer and hence is applicable only to such ionic reactions. Okay, ionic reactionsന് മാത്രമേ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആസിഡ് ബേസ് റിയാക്ഷൻസ് ഒക്കെ കൺസെപ്റ്റ്സ് പറയുന്നത് മൊത്തം ആനിയോൺ ട്രാൻസ്ഫറിൻ്റെ ബേസിസിലാണ് അല്ലേ. അപ്പോൾ അയോണിക് റിയാക്ഷൻസിൽ മാത്രമേ നമുക്ക് ആസിഡ് ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് Lux-Flood കൺസെപ്റ്റിലൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് neither as convenient as the proton concept nor is it as general as the Lewis concept. It thus has a limited scope only. Okay, അപ്പോൾ പ്രോട്ടോൺ കൺസെപ്റ്റ് പോലെ അല്ല, അതുപോലെ തന്നെ ലൂയിസ് കൺസെപ്റ്റ് പോലെ അത്ര ജനറലും അല്ല. പ്രോട്ടോൺ കൺസെപ്റ്റ് പോലെ വല്ലാതെ ചുരുങ്ങി പോയിട്ടില്ല. എന്നാൽ ഇതിനെ നമുക്ക് അയണിക് റിയാക്ഷൻസിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആ അയണിക് റിയാക്ഷൻസിൽ മാത്രമേ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് Lux-Flood കൺസെപ്റ്റിനെ പറയാൻ പറ്റുള്ളൂ ആസിഡ് ബേസ് തിയറിയിൽ. ഓക്കെ, so the next concept is Usanovich concept of acids and bases. According to the Usanovich concept, an acid is any substance that produces or gives up cations, take up anions or electrons or reacts with bases to form salts. Okay, അപ്പോൾ എന്താണ് ആസിഡ് എന്ന് പറയുന്നത്? which produces or gives up cations and takes up anions or electrons or reacts with bases to form salts. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ലിബറലായിട്ട് കുറച്ച് പറയുന്നുണ്ട്. അതായത് കാറ്റയോൺസിനെ ഗിവ് അപ്പ് ചെയ്യുന്നു,
പക്ഷെ അതേസമയം തന്നെ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിയോൺസിനെയും അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെയും ടേക്കപ്പ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ബേസസ് ടു ഫോം സോൾട്സ്. Okay, similarly a base നെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? Similarly a base is any substance that gives up anions or electrons and take up cations or reacts with acids to form salts. Okay, അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ആനിയോൺസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗിവ് അപ്പ് ചെയ്യുന്നതും കാറ്റയോൺസിനെ ടേക്കപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആസിഡ്സുമായി റിയാക്ട് ചെയ്ത് സോൾട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും ബേസ് എന്നാണ് പറയാം. അപ്പോൾ ന്യൂട്രലൈസേഷൻ്റെ കൺസെപ്റ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. Okay, so in short, an acid is a cation donor or an anion acceptor or an electron acceptor or one which neutralizes a base. അപ്പോൾ നമുക്ക് ഇത്രയും രീതിയിൽ നമുക്ക് പറയാം യുസനോവിച്ച് കൺസെപ്റ്റിൽ. ആസിഡ് എന്ന് പറയുന്നത് ഒരു കാറ്റയോൺ ഡോണർ ആണ്, ആനിയോൺ ആക്സെപ്റ്റർ ആണ്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്, ഓർ വൺ വിച്ച് ന്യൂട്രലൈസസ് എ ബേസ്. ഓക്കെ, ഒരു ബേസിനെ ന്യൂട്രലൈസ് ചെയ്യണതിനെയും നമ്മൾ എന്താ പറയുക, ആസിഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ബേസിനെ നമുക്ക് എങ്ങനെ പറയാം? ആനിയോൺ ഡോണർ, ഇലക്ട്രോൺ ഡോണർ, ഓർ എ കാറ്റയോൺ ആക്സെപ്റ്റർ, ഓർ വൺ വിച്ച് ന്യൂട്രലൈസസ് ആൻ ആസിഡ്. ഓക്കെ, then it can be seen that Usanovich concepts includes most of the other acid-base concepts. ഇപ്പോൾ പറഞ്ഞിടത്തോളം നമുക്ക് മനസ്സിലായല്ലോ, ഇത്രയും ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ കൺസെപ്റ്റുകളെയും മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത് HCl plus NH3 giving NH4 plus plus Cl minus. Here HCl gives up the cation H plus and NH3 accepts it. Thus HCl acts as an acid and NH3 acts as a base. Okay, ഇവിടെ HCl plus NH3 എന്ന് പറയുമ്പോൾ HCl നിന്ന് H plus പോയി NH3 അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ HCl പ്രോട്ടോണിനെ ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ്റയോൺ. പ്രോട്ടോൺ എന്ന് പറയുന്നില്ല, ഇവിടെ ഇപ്പോൾ കാറ്റയോൺ ആയിട്ട് പറയുകയാണ്. അപ്പോൾ കാറ്റയോൺ ഗീവ്സ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ NH3 ആണെങ്കിൽ ഈ വരുന്ന കാറ്റയോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്റയോൺ ആക്സെപ്റ്റർ ആരായിരിക്കും? നമ്മുടെ ബേസ് ആണ്. അതുപോലെ കാറ്റയോൺ ഡോണർ എന്ന് പറയുന്നത് ആസിഡ് ആണ്. ഓക്കെ, so HCl is an acid and NH3 is a base. Then next is consider the reaction CaO plus CO2. Here CaO ഇവിടെ O2 മൈനസിനെ ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് CO2ന് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ CO2 ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനയോൺ ഡോണർ ആണ് എന്താ പറയുക CaO, അതായത് CaO ഒരു ബേസ് ആണ്. അതുപോലെ ആനിയോൺ ആക്സെപ്റ്റർ ഇവിടെ CO2 ആണ്, അതുകൊണ്ട് CO2നെ നമ്മൾ ആസിഡ് ആയിട്ട് പറയും. ഇനി നെക്സ്റ്റ് റിയാക്ഷൻസ് ബിറ്റ്വീൻ Mg ആൻഡ് F2. ഇവിടെ Mgയും F2യും കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു? Mg ലോസസ് ഇലക്ട്രോൺസ്. ഇത് ഇലക്ട്രോണിന്റെ കൺസെപ്റ്റിൽ പറയാണ്. Mg ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Mg2+ ആവുന്നു. അതേസമയം F2 മൈനസ് ലിബറേറ്റ് ചെയ്ത അല്ലെങ്കിൽ റിലീസ് ഡൊണേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 2F മൈനസ് ആവുന്നു. ഓക്കെ, സോ Mg acts as a base and F2 acts as an acid. Then next is the limitation of Usanovich concept. Usanovich concept is the most general concept of acids and bases. However, it is too general and classifies almost all chemical reactions as acid-base reactions. This is in fact disadvantageous because the advantages of the conventional classification of some reactions as acid-base reactions, some others as redox reactions, etc. are lost here. Okay, നമ്മളിപ്പോൾ പറഞ്ഞു കാറ്റയോൺ ആക്സെപ്റ്റർ അല്ലെങ്കിൽ ആനിയോൺ ഡോണർ, അങ്ങനെ ഓരോ പേരുകളിലും നമുക്ക് എന്താ ആസിഡിനെയും ബേസിനെയും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ആസിഡിനെയും ബേസിനെയും ഈ യുസനോവിച്ച് കൺസെപ്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് വളരെ ജനറലാണ്, ബാക്കിയുള്ള എല്ലാ കൺസെപ്റ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ജനറലാണ്. ജനറൽ ആയതുകൊണ്ട് തന്നെ ആസിഡ് ബേസ് റിയാക്ഷൻസും പിന്നെ ഇങ്ങനെ നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ റിയാക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആസിഡ് ബേസ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചെണ്ണത്തിന് റിഡോക്സ് റിയാക്ഷൻസ്, കുറച്ചെണ്ണത്തിന് ആസിഡ് ബേസ് റിയാക്ഷൻസ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു കൺവെൻഷണൽ മെത്തേഡ് നമുക്ക് കിട്ടാതെ വരും ഇങ്ങനെ യുസനോവിച്ച് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് solvent system concept of acids and bases. According to the solvent system concept proposed by Franklin, an acid is a species
which in a solvent increases the concentration of the cation characteristic of that solvent, and a base is a species which in a solvent increases the concentration of the anion characteristic of that solvent. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് ഏത് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസ് ഒരു ഏത് മീഡിയത്തിലാണ് ഇരിക്കണത് എന്നുള്ളതനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ സോൾവെന്റ് അനുസരിച്ചാണ് ആസിഡിന്റെയും ബേസിന്റെയും ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ ആസിഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് വിച്ച് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റയോൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സോൾവെന്റ്. ഏത് സോൾവെന്റിലാണോ ഈ സബ്സ്റ്റൻസ് ഉള്ളത്, സ്പീഷീസ് ഉള്ളത്, അതിന്റെ ആ സോൾവെന്റിന്റെ കാറ്റയോണിന്റെ കോൺസെൻട്രേഷനെ കൂട്ടുന്ന സ്പീഷീസ് ആണ് ആസിഡ്. ബേസ് which increases the concentration of anion characteristic of that solvent. Concentration of anion. സോൾവെന്റിന്റെ ആനിയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നതെങ്കിൽ ആ സ്പീഷീസ് ബേസ് ആണ്. മനസ്സിലായല്ലോ? ഏത് സോൾവെന്റിലാണോ ഇരിക്കുന്നത് അനുസരിച്ച് വരും നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇനി ഓട്ടോയനൈസേഷൻ ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യാം. അപ്പോൾ H2O plus H2O giving H3O plus plus OH minus. According to the solvent system definitions, any species which increases the concentration of H3O plus. ഇവിടെ കാറ്റയോൺ എന്ന് പറയുന്നത് H3O plus ആണ്. അപ്പോൾ കാറ്റയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് ആരാണ്? അക്കോർഡിംഗ് ടു ദിസ് സോൾവെന്റ് സിസ്റ്റം കൺസെപ്റ്റ് ആസിഡ് ആണ്. അപ്പോൾ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ ഏത് സ്പീഷീസ് ആണോ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് അതിനെ ആസിഡ് എന്ന് പറയുന്നു. And the one which increases the concentration of OH minus, which is the anion here, will be a base. ഇനി നെക്സ്റ്റ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ HCl ആണ് H2 സോൾവെന്റ്, അതായത് വാട്ടറിലുള്ള വെച്ച് കഴിഞ്ഞാൽ HCl when dissolved in water will liberate H3O plus. Okay, so here the concentration of H3O plus increases അല്ലെ. HCl എന്താ പറയാ ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു വാട്ടറിൽ. അങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. HCl ആസിഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് കൂടുന്നു ഈ വാട്ടറിൽ HCl വരുമ്പോൾ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ NH3 ആണ് വാട്ടറിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ which acts as a base because it increases the concentration of OH minus. NH3 plus H2O giving NH4 plus plus OH minus. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷനിൽ കാണാം പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ OH minus ആണ് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്, കോൺസെൻട്രേഷൻ കൂടുന്നത്. അപ്പോൾ NH3 ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ കൺസിഡർ ദ ഓട്ടോയനൈസേഷൻ ഓഫ് അമോണിയ. ഇനി നെക്സ്റ്റ് സോൾവെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് അമോണിയ. അമോണിയയുടെ ഓട്ടോയനൈസേഷനിൽ നമ്മൾ NH4 പ്ലസും NH2 മൈനസ് ആണ് അയൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സോ ദ വൺ വിച്ച് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് NH4 plus will be the acid, and the one which increases the concentration of NH2 minus, and that species will be base. Okay, so നമ്മളിപ്പോൾ നേരത്തെ വാട്ടറിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കൺസിഡറേഷൻ എടുക്കുകയാണ്. HCl എടുത്തു. HCl അമോണിയയിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിലത്തെ കോൺസെൻട്രേഷൻ കൂടുന്നത് NH4 പ്ലസിന്റെ ആണ്. ഓക്കെ, സോ when the concentration of NH4 plus increases, this means HCl is a acid. Okay, this is an acid here. And then next example, in ionic hydrides on the other hand acts as bases in liquid ammonia because it increases the concentration of NH2 minus. Okay, ionic hydrides ആണെങ്കിൽ ബേസസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ലിക്വിഡ് അമോണിയയിൽ. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ആനിയോൺ ആയിട്ട് അമോണിയയുടെ ഓട്ടോയനൈസേഷനിൽ വരുന്നത് NH2 മൈനസ് ആണ് അല്ലെ. അപ്പൊ NH2 മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് ആരാണോ അവർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ അയണിക് ഹൈഡ്രൈഡ്സിൽ എന്താ പറയാ NH2 മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത്, അപ്പൊ അതവര് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻ. സോൾവെന്റ് സിസ്റ്റം കൺസെപ്റ്റിലത്തെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. Solvent system concept explains acidic and basic properties solely on the basis of the autoionization of the solvent and the ionic reactions that occur between the species and the solvent. Okay, so നമുക്ക് ഇത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ സോൾവെന്റിനെ പറ്റി നമ്മൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്പീഷീസിന്റെ ആസിഡിക് അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സോൾവെന്റിന്റെ ഓട്ടോയനൈസേഷനെയും അയണിക് റിയാക്ഷൻസിനെയും ബേസ് ചെയ്തിരിക്കും
നമ്മൾ അനലൈസ് ചെയ്യുന്ന സ്പീഷീസിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറയാം. ആസിഡ് ആണോ ബേസ് ആണോ. It does not fully take into account the actual nature of the solvent involved and puts excessive importance on its autoionization. അപ്പോൾ സോൾവെന്റിന്റെ ക്യാരക്ടർ അതായത് ആക്ച്വൽ നേച്ചർ നോക്കാണ്ടാണ് നമ്മൾ ജസ്റ്റ് അതിന്റെ ഓട്ടോയനൈസേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സോൾവെന്റ് സിസ്റ്റം കൺസെപ്റ്റ് പറയുന്നത് അല്ലെ. കാറ്റയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ ആസിഡ്, അല്ലെങ്കിൽ അനയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ ബേസ്. അല്ലാതെ ഈ എടുക്കുന്ന സോൾവെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നും അല്ലെങ്കിൽ നേച്ചർ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. So it does not satisfactorily explain the behavior of species in media like liquid SO2 having very low dielectric constants and negligible autoionization. അപ്പോൾ ഓട്ടോയനൈസേഷന്റെ ചാൻസ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ വളരെ കുറവുള്ള മീഡിയയുടെ കാര്യങ്ങളിലൊക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ലിക്വിഡ് SO2 ആണ്. അതിലൊക്കെ ലോ ഡയലക്ട്രിക് കോൺസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ നെഗ്ലിജിബിൾ ഓട്ടോയനൈസേഷൻ ആണ്. അതിലൊക്കെ എങ്ങനെയാണ് സ്പീഷീസ് ഓരോ സബ്സ്റ്റൻസുകളും ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓട്ടോയനൈസേഷൻ തന്നെ വളരെ കുറവായിട്ടുള്ള സംഭവങ്ങളിൽ നമ്മൾ കാറ്റയോണിന്റെ കോൺസെൻട്രേഷൻ ആണോ ആനയോണിന്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ എന്നുള്ളത് താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അതൊക്കെയാണ് സോൾവെന്റ് സിസ്റ്റം കൺസെപ്റ്റിലത്തെ ലിമിറ്റേഷൻസ്. ഓക്കെ, so these are the three concepts in acids and bases. Thank you.